കോട്ടയം മള്ളുശ്ശേരിയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീട് അപകട ഭീഷണിയിൽ. മള്ളുശ്ശേരി കൊട്ടാരപ്പറമ്പിൽ സുരേന്ദ്രബാബുവിന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. സംരക്ഷണ ഭിത്തിയുടെ അവശേഷിക്കുന്ന ഭാഗം ഏത് നിമിഷവും നിലംപതിക്കാമെന്ന അവസ്ഥയിലാണ്. കോട്ടയം നഗരസഭ 50-ാം വാർഡിൽ ഉൾപ്പെട്ട മള്ളുശ്ശേരിയിൽ രാവിലെ 9:30-യോടെയാണ് 30 അടിയിലേറെ ഉയരമുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. കൊട്ടാരപ്പറമ്പിൽ സുരേന്ദ്രബാബുവിന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് കൂറ്റൻ കോൺക്രീറ്റ് പാളികളും കല്ലും മണ്ണും ഉൾപ്പെടെ പതിച്ചത്. ഈ സമയം വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന സുരേന്ദ്രബാബുവിന്റെ ഭാര്യ അമ്പിളിയും മകനും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. മുറ്റത്തെ ഷെഡിലുണ്ടായിരുന്ന 2 ഇരുചക്രവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കല്ലും മണ്ണും വീണ് വീട്ടിലേക്കുള്ള ഏക വഴിയും അടഞ്ഞു. ഭയങ്കര ഒച്ചയോടുകൂടി ഫുള്ളായിട്ട് ഇങ്ങനെ വരുമോ. ഞാൻ ഓടി അങ്ങോട്ട്. ഇപ്പം കൊച്ചോർത്ത് എനിക്ക് ഒച്ച വെച്ച് കരയാനൊന്നും പറ്റുന്നില്ല. ഞാൻ അങ്ങ് വീണുപോയി അവിടെ പോയി. അപ്പോൾ കൊച്ച് ഇവിടെ എവിടെയോ നിൽക്കുന്ന എനിക്കൊരു ഓർമ്മ കിട്ടുന്നത്. അപ്പോൾ ഇവൻ അമ്മച്ചിയെന്ന് ഇവൻ അങ്ങ് കൂവിയപ്പോഴത്തേക്കിന് ഇവനോർത്ത് ഞാൻ അതിൻ്റെ അടിയിൽ കിടക്കുവാന്ന്. ഞാനോർത്ത് കൊച്ച് അതിൻ്റെ അടിയിൽ കിടന്നിട്ടായിരിക്കും കൂവുന്നതെന്ന്. പക്ഷേ എന്നാണെങ്കിലും ഞാൻ അവിടെ വീണ് ഇവൻ ഓടി വന്ന് പിന്നെ നോക്കും ഫുൾ ഇടിഞ്ഞിങ്ങി പോരുവാ. ഞങ്ങളുടെ വണ്ടിയെല്ലാം അതിൻ്റെ അടിയിലും പോയി. ഇനി അടുത്തത് ഈ കിണറും പോയി പെരയും പോവും. ഇപ്പോൾ ഇത് ഞങ്ങൾ അതിൻ്റെ അടിയിൽ ഇപ്പോൾ എൻ്റെ കൊച്ചോ ഞാനോ പോയി മരിച്ചു പോയിരുന്നെങ്കിലോ. ഞങ്ങൾ ആ 2 പേരും ഉള്ളായിരുന്നു ഇവിടെ. സംരക്ഷണ ഭിത്തിയുടെ അവശേഷിക്കുന്ന ഭാഗം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. വീടിന് മുകളിലേക്ക് കോൺക്രീറ്റ് വീഴാനുള്ള സാധ്യതയുമുണ്ട്. ഇതുമൂലം ഈ വീട്ടിൽ കഴിയാൻ ഇവർക്ക് ഭയമാണ്. സംരക്ഷണ ഭിത്തി തകരാൻ കാരണം അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നാണ് സമീപവാസികളടക്കം ആരോപിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിരുന്നു. അന്ന് സുരേന്ദ്രബാബുവിൻ്റെ വീട്ടുമുറ്റത്തെ കിണറിലേക്കുൾപ്പെടെ കല്ലും മണ്ണും പതിച്ചു. ഇപ്പോഴും നിലനിൽക്കുന്ന അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി വേണമെന്നും നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം വേണമെന്നും സുരേന്ദ്രബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം.